നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ കേരള കോൺഗ്രസ് ബിയുടെ ചെയർമാനും പത്തനാപുരം MLAയുമായ ഗണേഷ് കുമാർ, അതുപോലെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഇവർ രണ്ടുപേരും മന്ത്രിമാരായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ അധികം വൈകാതെ തന്നെ നടക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മുൻകാലത്തിലെ മന്ത്രിമാർ കൈയാളിയിരുന്ന വകുപ്പ് തന്നെ ആയിരിക്കും ലഭിക്കുക എന്നുമാണ് സൂചന കിട്ടുന്നത്. എന്തായാലും ഇപ്പോൾ ഗണേഷ് കുമാർ അല്ലെങ്കിൽ പാർട്ടി ഒരു കാര്യം കൂടെ അങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി കൊടുക്കണം എന്നുള്ളത്. അത് നമ്മുടെ സജി ചെറിയാൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്. സജി ചെറിയാൻ എന്ന് പറയുന്നത് നമ്മുടെ പിണറായിയുടെ അടുത്ത ആളാണല്ലോ. അങ്ങനെ വരുമ്പോഴല്ലേ മന്ത്രി ആയതും ഇടയ്ക്ക് പുറത്ത് പോകേണ്ടി വന്നിട്ടും പിന്നെയും ആകാൻ കഴിഞ്ഞതും ഒക്കെ അതാണല്ലോ. അദ്ദേഹം എന്തിനാ ഈ സിനിമാ മന്ത്രി ആയിരിക്കുന്നത്? അദ്ദേഹത്തിന് വല്ല കുന്തവും കൊടച്ചക്രവും ഒക്കെ ആയിട്ട് നടന്നാൽ പോരെ എന്നാണ് പലരുമൊക്കെ ഉള്ളിൽ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമാ മന്ത്രി സ്ഥാനം കൊടുക്കുമോ എന്നാണ് സംശയം. ഗതാഗതത്തിനോടൊപ്പം തന്നെ മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സിനിമാ വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വകുപ്പിന് അതിൻ്റേതായ ഒരു പ്രൗഢിയും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഗണേശൻ സിനിമാ വകുപ്പ് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കൊല്ലം MLA 2 തവണ ജയിച്ചു വന്നിരിക്കുന്ന മുകേഷ് ഇങ്ങനെ കുറേ നാളായിട്ട് കുപ്പായം തയ്ച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും മന്ത്രിയാകാൻ കഴിയുമോ? അതും നോട്ടം ഏതാണ്? സിനിമാ വകുപ്പ് തന്നെ. അല്ലെങ്കിലോ ജയിച്ചു കയറിയിട്ട് കൊല്ലത്ത് ഒന്നും ചെയ്യാൻ കഴിയാതെ നടക്കുന്ന ഒരു MLA എന്നുള്ള പേരുദോഷം മുഴുവൻ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയും അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതും പോരാഞ്ഞിട്ട് ഇനിയും 2024 കൊല്ലം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ള ഒരു പൂതിയും മനസ്സിലുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പാർട്ടി ഇങ്ങനെ അദ്ദേഹത്തിന് സിനിമാ മന്ത്രി സ്ഥാനം കൂടെ കൊടുത്തപ്പോൾ എന്തുകൊണ്ട് തനിക്കായിക്കൂടാ എന്നുള്ള രീതിയിലുള്ള ഒരു നീക്കമൊക്കെ മുകേഷും ആരംഭിച്ചിട്ടുണ്ട്. മുകേഷും നമ്മുടെ പിണറായിയെ തൃപ്തിപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ പലപ്പോഴും നടത്തിയിട്ടുള്ളതാണ്. 2016 കൊല്ലത്ത് ഗുരുത്വദോഷം കാണിച്ച് ഗുരുദാസനെ മാറ്റി നിർത്തിയാണ് മുകേഷ് കയറി വന്നത്. 2021 കൊല്ലത്തുകാർക്ക് അബദ്ധം പറ്റിപ്പോയി. അത് ഈ കോൺഗ്രസ്സുകാരെന്ന് പറയുന്ന ഉണ്ണാക്കന്മാർ അവിടെ തമ്മിലടി ആയതുകൊണ്ട് മാത്രമാണ് മുകേഷ് ജയിച്ചു കയറി വന്നത്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള ശ്രമം നടക്കുന്നത് വെറുതെയാകും എന്നുള്ളത് ഉറപ്പാണ്. മത്സരിച്ചോട്ടെ ആര് വേണമെങ്കിലും. അത് NK പ്രേമചന്ദ്രനുള്ള മണ്ഡലം തന്നെയാണ്. ഈ ചിന്തോ ജെറോമോ അല്ലെങ്കിൽ മുകേഷോ ഒക്കെ അവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ തോറ്റ് തുന്നം പാടിയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഗണേഷ് ഈ വകുപ്പ് ആവശ്യപ്പെട്ടപ്പോൾ മുകേഷും അദ്ദേഹത്തിൻ്റെ അനുയായികളും അത്തരത്തിലൊരു നീക്കം നടത്തുന്നതായിട്ടാണ് അറിയുന്നത്. സിനിമാ വകുപ്പ്, അങ്ങനെ ഒരു വകുപ്പ് കൂടി ഉണ്ടാക്കിക്കൊണ്ട് ആ വകുപ്പ് മാത്രം മുകേഷിന് MLAയ്ക്ക് കൊടുത്തുകൂടെ എന്നുള്ള രീതിയിലുള്ള അണിയറ നീക്കങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിലെത്രത്തോളം കാരണഭൂതൻ കനിയും എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ഇനിയും മന്ത്രിമാരുടെ എണ്ണം കൂട്ടാൻ സാധ്യതയില്ല. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും മന്ത്രിമാരും മുഖ്യൻ്റെയും ആർഭാടത്തിനും ഒന്നും ഒരു കുറവുമില്ല. പക്ഷേ നല്ല രീതിയിൽ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മുകേഷിന് സിനിമാ മന്ത്രി എന്നുള്ള പദവിയിലേക്ക് എങ്ങാനും കൊണ്ടുവരാൻ ഒരുപക്ഷെ സാധിച്ചു എന്നും വരാം. എന്തായാലും ഗണേശൻ ചോദിച്ചിരിക്കുന്നത് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ്. അത് ഗണേഷ് കുമാറിന് അർഹതപ്പെട്ടതും ആണ്.